വാർത്തയുടെ വിശദാംശങ്ങളുമായി ബി അരുണാണ് ചേരുന്നത്. അരുൺ, എന്തായാലും കേരള സ്റ്റോറി കക്കുകളി നാടക വിവാദത്തിലടക്കമുള്ള ഒരു പ്രതികരണം എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ കക്കുകളി വിവാദം അടക്കം എടുക്കുകയാണെങ്കിൽ KCBC അടക്കം കഴിഞ്ഞ ദിവസം സർക്കാരിനെ വിമർശിച്ചു രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൃത്യമായ നിലപാട് ഈ ഒരു വിഷയത്തിൽ സർക്കാർ എടുക്കുന്നില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. കേരള സ്റ്റോറി വിഷയത്തിലടക്കം എടുക്കുന്ന നിലപാട് കക്കുകളി വിവാദത്തിൽ സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നും KCBC കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ച സാഹചര്യമുണ്ടായിരുന്നു. ആ സമയത്തു കൂടിയുള്ള ഒരു പ്രതികരണമാണ് എം വി ഗോവിന്ദന്റേത്. ആ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രതികരണമാണ്. എങ്ങനെയാണ് കാണേണ്ടത്? കക്കുകളി നാടകം നിരോധിക്കണമെന്നാണ് ക്രൈസ്തവ സഭകളുടെ ആവശ്യം. KCBCയുടെ അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് തന്നെയാണ്. നേരത്തെ തന്നെ അവർ ഈ ആവശ്യം ഉന്നയിക്കുമ്പോഴും അതിൽ സർക്കാരോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളോ ഒരു കൃത്യമായ നിലപാട് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്നലെ കർദിനാൾ ക്ലിമീസ് ഈ വിഷയം ശക്തമായി തന്നെ വിമർശനബോധം ഉന്നയിച്ച ശേഷം KPC അധ്യക്ഷൻ സർക്കാരിന് രംഗത്ത് വന്നിരുന്നു. സർക്കാർ CPM കേന്ദ്രങ്ങൾ തന്നെ കക്കുകളി നാടകത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല നിലപാട്. അത് നാടകം നിരോധിക്കണം, ബഹിഷ്കരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചെങ്കിൽ കൂടിയും സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു KPCC അധ്യക്ഷൻ. പക്ഷേ ഇപ്പോൾ ഇന്ന് എം വി ഗോവിന്ദൻ നിലപാടിനും ഒരു വ്യക്തതയില്ല. കാരണം അദ്ദേഹം നേരത്തെ കണ്ട നാടകമാണ്. അതിലേതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ക്രൈസ്തവ സഭകളെ അപമാനിക്കുന്നതുണ്ടോ എന്ന് ചോദിച്ചതിനെ കൃത്യമായി പ്രതികരിക്കുന്നില്ല. പകരം ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ വിശ്വാസികൾക്ക് പ്രശ്നമുണ്ടാക്കുന്നതാണെങ്കിൽ അത് പരിശോധിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് തന്നെയാണ് ക്രൈസ്തവ സഭകളുടെ ഈ കടുത്ത നിലപാടിനും കാരണം. കേരള സ്റ്റോറി വരുമ്പോൾ ഒരു സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്നു, കേരളത്തിനെ അപമാനിക്കുന്നു നിലപാട് പറഞ്ഞുകൊണ്ട് കേരളം സംസ്ഥാനത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായി അതിനെ നിരോധിക്കണമെന്ന ആവശ്യമായി രംഗത്ത് വന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല. അതാണ് ക്രൈസ്തവ സഭകളുടെ വിഷയത്തിന് കാരണം. എം വി ഗോവിന്ദന്റെ മറുപടിയിലും ആ വിഷയത്തിൽ അവരുടെ ആവശ്യത്തെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നൊരു മറുപടി ഉണ്ടായിട്ടില്ല. ശരി. കേരള സ്റ്റോറി കക്കുകളി വിവാദത്തിൽ ചർച്ചകൾ നടക്കട്ടെ എന്ന് ഡോക്ടർ TM തോമസ് ഐസക്. വർഗീയ വിദ്വേഷവും മതസ്പർദ്ധയും ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും അക്കാര്യം സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സ്റ്റോറി സിനിമയും കക്കുകളി നാടകവും നിരോധിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ. സിനിമ കേന്ദ്ര സർക്കാരിന്റേതെന്ന് പറഞ്ഞ് കൈയൊഴിയരുതെന്നും സർക്കാർ കേസെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വികാരങ്ങൾ വ്രണപ്പെടുത്തുകയോ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കുകയോ ചെയ്യാൻ ആണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതെങ്കിൽ അതിനൊരിക്കലും ഗവൺമെന്റ് അനുവദിക്കരുത്. ഇതുകൂടി ഈ സിനിമ ബാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നാടകവും നിരോധിക്കണമെന്ന് ഞങ്ങൾ ഗവൺമെന്റിനോട്, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും. ഇത് കേന്ദ്ര ഗവൺമെന്റിൻ്റെതാണെന്ന് പറഞ്ഞൊന്നും നമുക്ക് കൈയൊഴിയാൻ പാടില്ല. കാരണം നമുക്ക് വകുപ്പുണ്ട്. ഈ 153A അനുസരിച്ച് കേരള ഗവൺമെന്റിന് ഇനിഷ്യേറ്റ് ചെയ്യാം ഈ നാടകം നിരോധിക്കാൻ. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീത, ഇന്ന് 7 മണിക്ക് ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് റെഡിയല്ലേ? ഇന്നത്തെ വിഷയം മൊബൈൽ ഫോണും കുട്ടികളും. അപ്പൊ റെഡിയാണല്ലോ, പിന്നെ എന്താ നീ പേടിക്കണേ? രാഹുൽജി, സബ്ജക്ട്സ് അറിയാലോ അല്ലേ? മൊബൈൽ ഫോണിനെ കുറിച്ചൊക്കെ. സോ ചാനലിൽ നിന്ന് വണ്ടി അയക്കണോ? വേണ്ടല്ലോ, റെഡിയല്ലേ സർ? ായിരിക്കും BJPക്ക് ഈ അന്വേഷണം വരിക. കാരണം ഇരു മുന്നണികൾക്കും എതിരെ, ഇരു മുന്നണികളുടെയും LDFനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് M മാത്രമേ അതിൽ ഭാഗമാകുന്നുള്ളൂ. പക്ഷേ കേരള കോൺഗ്രസ് M നേതാവ് ജോസ് കെ മാണി പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതേ ഉള്ളൂ. പണം കൈപ്പറ്റിയതായി വിവരമില്ല. പണം കൈപ്പറ്റിയതായി വിവരമില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 3 നേതാക്കൾ പണം കൈപ്പറ്റി എന്നുള്ള കൃത്യമായ ആരോപണത്തോടുകൂടി ബിജു രമേശ് നിൽക്കുകയാണ്. ആ തെളിയിക്കാനുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാണ് എന്ന് ബിജു രമേശ് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഈ 4 നേതാക്കളും അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല കാസർഗോഡ് ഇത് സംബന്ധിച്ച ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. AI ക്യാമറ വിവാദമാണ്. പക്ഷേ സമാനമായി ഈ ചോദ്യങ്ങൾ ഉയരും. അതിന് മറുപടി അദ്ദേഹം പറഞ്ഞേ മതിയാവൂ. കൂടാതെ ജോസ് കെ മാണി ഇന്ന് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണവും ഇന്ന് തേടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചെങ്കിലും പ്രതികരിക്കാൻ തയ്യാറല്ല
കേസല്ല, അല്ലെങ്കിൽ കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതികരിക്കേണ്ട. വ്യക്തമാണ്. എന്തായാലും ബാർക്കോഴ കേസ് CBI ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യത്തിലേക്കാണ് ഇനി അറിയാനുള്ളത്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തിലും ബാർക്കോഴ കേസിന് പങ്കുണ്ടെന്ന് ബിജു രമേശ്. വിജിലൻസിനെ സ്വാധീനിച്ച പോലെ CBIയെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും ആവില്ലെന്നും ബിജു രമേശ് പറഞ്ഞു. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലാണ് ബിജു രമേശിന്റെ പ്രതികരണം. അതിലേക്ക് സത്യങ്ങൾ പുറത്തു വരും, 100 വരും. CBI പോലുള്ള ഏജൻസി അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്ന പ്രത്യാശയാണുള്ളത്. LDF വന്നതിന് ശേഷം ഈ കേസ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാനായിട്ട് പോകുന്ന സമയത്താണ് പിന്നെയും രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നത്. അദ്ദേഹം കേരള കോൺഗ്രസ് തിരിച്ച് LDFിലേക്ക് വരുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ ഘടകകക്ഷിയായി വരുന്നൊരു പാർട്ടിയെ അവരെ വിശുദ്ധ വേഷം കൊടുത്ത് ഇതിലേക്ക് സ്വീകരിക്കാനുള്ള ഒരു സമ്മർദ്ദം അവർക്കുണ്ടാകുകയും അതിനുവേണ്ടിയാണ് ഈ രണ്ടാമതൊരു മാറ്റം വരുത്തിക്കൊണ്ടുണ്ടായ അങ്ങനെ ഒരു തീരുമാനം ജേക്കബ് തോമസ് സാറിന് അതിൽ നിന്ന് മാറ്റുകയും ഈ നടപടിയൊക്കെ ഉണ്ടായത്. CBI അന്വേഷിച്ച് വരികയാണെങ്കിൽ കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കന്മാരും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. LDFന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. മറ്റു ബുദ്ധിമുട്ടൊന്നും LDFന് വരാൻ സാധ്യതയില്ല. സത്യാവസ്ഥ പുറത്തു വരുമെന്ന് പറയുമ്പോൾ അതിന് അത് ആരുടെയെങ്കിലും അജണ്ടയാണ് നടപ്പാക്കുന്നതാണോ സുപ്രീം കോടതിയും CBIയും ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ്. സുപ്രീം കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷിക്കാമെന്ന CBI സത്യവാങ്മൂലത്തോടെ സജീവ ചർച്ചയായി ബാർക്കോഴ കേസ്. വിഷയം BJP രാഷ്ട്രീയം ആയുധമാക്കുമ്പോൾ LDFും UDFും കേന്ദ്രങ്ങൾ കരുതലോടെയാണ് നീക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഈ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ അന്വേഷണം ഏറ്റെടുക്കുമെന്ന് CBI വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് LDFിനെയും UDFിനെയും സംബന്ധിച്ച് എത്രമാത്രം നിർണായകമാകും? രണ്ട് മുന്നണികൾക്കും നിർണായകമാണ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം CBI ഏറ്റെടുത്തു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ബാധിക്കുക അത് UDFിനെയാണ്. കാരണം ഏറ്റവും സുപ്രധാനമായ നേതാക്കൾ, 3 നേതാക്കൾ, അത് 3 കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാക്കൾ, രമേശ് ചെന്നിത്തല, K ബാബു, ഒപ്പം VS ശിവകുമാർ, 3 പേരും മുൻ മന്ത്രിമാരായിരുന്നു. ഒരാൾ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്ന, സർക്കാരിനെതിരെ AI ക്യാമറയിലടക്കം അഴിമതി ആരോപണങ്ങൾ തുടരുന്ന രമേശ് ചെന്നിത്തല അങ്ങനെയാണെങ്കിൽ കേസിന്റെ അന്വേഷണ പരിധിയിൽ പ്രതിയായി വരും. ബിജു രമേശിന്റെ മൊഴിപ്രകാരം ഈ 3 പേർക്കും ഇത്തരത്തിൽ ബജറ്റിൽ ബാർ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുന്നതിനെതിരെ വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടി പണം നൽകി എന്നുള്ളതായിരുന്നു മൊഴി. ആ മൊഴിയിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പ്രൈം ഡിബേറ്റിലും ബിജു രമേശ് ആവർത്തിച്ചു. കൂടുതൽ തെളിവുകൾ പിടിമുറുക്കുന്നത് സിനിമ മുതൽ സ്കൂൾ വരെ. പക്വതയില്ലാത്ത ഈ കുട്ടികളോട് നമ്മൾ എന്ത് പറഞ്ഞാണ് മനസ്സിലാക്കാനുള്ളത്? അവരൊരു പരിധിവരെ കേൾക്കും, പിന്നെ അതിനൊക്കെ അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തലസ്ഥാനത്തെ വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണത്തിൽ വിറങ്ങലിച്ച് കേരളം. നിയമത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത നീരാളിക്കൈകൾ. ഏത് പാരന്റ്സ് ആയാലും ശരി, ഏത് കുഞ്ഞുകുട്ടികളുടെ ബാഗായാലും ശരി, നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മക്കളുടെ ബാഗ് മസ്റ്റായിട്ടും നോക്കി പരിശോധിക്കുക തന്നെ വേണം. നടപടിയെടുക്കേണ്ടത് ആര്? കളിച്ചിരി നിറയേണ്ട വീടകങ്ങൾ, കലാലയമുറ്റങ്ങൾ, അതാണ് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നമുക്ക് നഷ്ടമാകുന്നത്. ന്യൂസ് 18 അന്വേഷിക്കുന്നു. ഇനി എത്ര ഇരകൾ? AI ക്യാമറ വിവാദത്തിൽ സർക്കാരിനെ വിടാതെ പ്രതിപക്ഷം. പദ്ധതിയിൽ 132 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും പദ്ധതി തന്നെ അഴിമതിക്ക് വേണ്ടിയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. പ്രധാന രേഖകൾ ഇപ്പോഴും കെൽട്രോൺ മറച്ചുവെച്ചിരിക്കുകയാണ്. പ്രവൃത്തി പരിചയമില്ലാത്ത അക്ഷര കമ്പനിയെ ടെൻഡറിൽ പങ്കെടുപ്പിച്ചുവെന്നും കമ്പനിയുടെ വെബ്സൈറ്റിൽ ഇക്കാര്യം വ്യക്തമാണെന്നും ചെന്നിത്തല പറഞ്ഞു. ടെക്നിക്കൽ ഇവാലുവേഷൻ റിപ്പോർട്ടും ഫൈനാൻഷ്യൽ ബിഡ് ഇവാലുവേഷൻ റിപ്പോർട്ടും ഇപ്പോഴും കെൽട്രോൺ ബോധപൂർവം മറച്ചുവെക്കുകയും പബ്ലിക് ഡൊമൈനിൽ അത് വരാതിരിക്കാനുള്ള നടപടിയുമാണ് സ്വീകരിച്ചിട്ടുള്ളത്. 2020 തന്നെ ഈ രേഖകൾ മുഴുവൻ കെൽട്രോൺ പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. അപ്പൊ ഗവൺമെന്റിന്റെ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് ഇതെല്ലാം മൂടിവെക്കുകയാണ് കെൽട്രോൺ ചെയ്തത്. കാരണം അവർക്ക് സ്വകാര്യമായി താല്പര്യമുള്ളവർക്ക് ടെൻഡർ കൊടുത്ത് ഈ പണം അഴിമതിയിലൂടെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനുള്ള ശ്രമമായിരുന്നു നടന്നത്.
എല്ലാം കടലാസ് കമ്പനികളാണ്. പ്രസാദിയോ, അൽഹിന്ദ്, അതോടൊപ്പം തന്നെ ട്രയോസ്, ലൈഫ് മാസ്റ്റർ എന്ന് തുടങ്ങിയിട്ടുള്ള കമ്പനികൾ, ഇതെല്ലാം തട്ടിക്കൂട്ട് കമ്പനികളാണ്. മുൻപരിചയമില്ലാത്ത SRITക്ക് എങ്ങനെ ടെക്നിക്കൽ ഇവാലുവേഷൻ ക്വാളിഫിക്കേഷൻ നൽകി? അപ്പൊ ടെൻഡറിൽ കൃത്യമായ ഒത്തുകളി നടന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജുവും ഉമേഷ് ബാലകൃഷ്ണനുമാണ് ചേരുന്നത്. ആദ്യം ബൈജുവിലേക്ക് പോവുകയാണെങ്കിൽ, ബൈജു, വീണ്ടും സർക്കാരിനെതിരെ AI ക്യാമറ വിവാദത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. 132 കോടിയുടെ അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അഴിമതിക്ക് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കിയതെന്നടക്കം രമേശ് ചെന്നിത്തല നിലപാടെടുക്കുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കൂടുതലായി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുവിട്ടത്? പുറത്തുവിട്ട തെളിവുകളുടെ വിശദാംശങ്ങൾ കൂടി. രഞ്ജിനി, കെൽട്രോൺ പുറത്തുവിട്ട രേഖകളെല്ലാം ക്രമക്കേട് തെളിയിക്കുന്നതാണെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. അതുപോലെ തന്നെ പ്രവൃത്തി പരിചയമില്ലാത്ത കമ്പനികൾക്ക് കരാർ നൽകി കെൽട്രോൺ പല രേഖകളും മറച്ചുവെക്കുന്നു എന്നാണ് ചെന്നിത്തല പ്രധാനമായും പറഞ്ഞത്. എന്തായാലും സർക്കാർ ഒളിപ്പിച്ചു വെച്ച രേഖകൾ തങ്ങൾ പുറത്തുവിടുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. ഇത്തരത്തിൽ 2 പുതിയ തെളിവുകളാണ് ഇപ്പോൾ കാസർകോട്ട് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരിക്കുന്നത്. ഈ നേരത്തെ കെൽട്രോൺ പുറത്ത രേഖകൾ പലതും വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് 2 ദിവസം മുമ്പായിരുന്നു എന്നും പറയുന്നു. എന്തായാലും ടെൻഡറിൽ പങ്കെടുത്ത അക്ഷര എന്റർപ്രൈസസ് കമ്പനിക്ക് പ്രവൃത്തി പരിചയമില്ല എന്ന ഒരു ആരോപണമാണ് ഇന്ന് ചെന്നിത്തല പുറത്തുവിട്ടത്. എന്തായാലും നഗ്നമായ അഴിമതി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. സർക്കാർ ഒളിച്ചുകളി നടത്തുന്നത് തെറ്റ് ബോധ്യപ്പെട്ടവരാലും എന്തായാലും അത്തരത്തിലും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു. എന്തായാലും പ്രതിപക്ഷം പുകമറ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി രക്ഷപ്പെടാൻ കഴിയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ രേഖകളെ സംബന്ധിച്ച് പുറത്തുവിടുമെന്ന് തന്നെയാണ് ചെന്നിത്തല പറഞ്ഞത്. ഒപ്പം ഈ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ചെന്നിത്തല കാസർഗോഡ് ആവർത്തിച്ചു. രഞ്ജിനി, ശരി, ബൈജുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല കാസർഗോഡ് മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. കൃത്യമായ അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട്. പദ്ധതി തന്നെ അഴിമതിക്ക് വേണ്ടിയാണ് എന്നാണ് ചെന്നിത്തല അവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ അക്ഷര കമ്പനിയുടെ കാര്യമടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് ടെൻഡറിൽ 4 കമ്പനികൾ പങ്കെടുക്കുന്നു. അതിൽ ഒരു കമ്പനി യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പുറത്താകുന്നു. ബാക്കി 3 കമ്പനികൾ, അതിൽ അക്ഷര കമ്പനിക്കടക്കം കൃത്യമായി ടെൻഡറിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയുണ്ടായിരുന്നില്ല. ടെൻഡർ വ്യവസ്ഥയനുസരിച്ച് 10 വർഷത്തെ യോഗ്യതയായിരുന്നു വേണ്ടത്. പക്ഷേ ടെൻഡർ വിളിക്കുന്ന സമയത്ത് അക്ഷര കമ്പനിക്ക് 2-3 വർഷത്തെ യോഗ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അത്തരത്തിലൊരു കമ്പനി ടെൻഡറിൽ പങ്കെടുത്തുവെന്നടക്കം അതിന്റെ അടക്കം ഡീറ്റെയിൽസ് പുറത്തുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും AI ക്യാമറ വിവാദം കൂടുതൽ സങ്കീർണതയിലേക്ക് പോവുകയാണല്ലേ? തീർച്ചയായും ഓരോ ദിവസം കഴിയുന്തോറും കെൽട്രോൺ നടത്തിയ ഇടപാടുകളിലെ ഓരോ അപാകതകൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുറത്തു കൊണ്ടുവരികയാണ്. എന്തായാലും ഇന്ന് പുറത്തു കൊണ്ടുവന്നത് ഏറ്റവും നിർണായകമായ വിവരമാണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് കെൽട്രോൺ ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ഇവാലുവേഷൻ പ്രീ ക്വാളിഫിക്കേഷൻ ബിഡ് രേഖകൾ പുറത്തുവിട്ടത്. അതിൽ കെൽട്രോൺ അവകാശപ്പെട്ടിരുന്നത് 3 കമ്പനികൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. 3 കമ്പനികൾ, അതായത് SRIT അടക്കമുള്ള 3 കമ്പനികൾക്ക് ടെൻഡറിൽ പങ്കെടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നായിരുന്നു. പക്ഷേ ടെൻഡറിൽ പങ്കെടുക്കാൻ ഏറ്റവും രണ്ടാമതായി കൊടുത്തിരുന്ന ഒരു യോഗ്യത എന്ന് പറയുന്നത് 10 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. എന്നാൽ ഈ അക്ഷര ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സ്ഥാപിച്ചത് 2017 മാത്രമാണ്. അതായത് കമ്പനി 2017 സ്ഥാപിക്കുന്നു, 2020 വിളിക്കുന്ന ടെൻഡറിൽ 10 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് എന്ന് വ്യാജമായി അവകാശപ്പെട്ട് ടെൻഡർ സമർപ്പിക്കുന്നു. അത് കെൽട്രോൺ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് 3 കമ്പനികൾക്ക് ടെൻഡറിൽ പങ്കെടുക്കാനുള്ള അംഗീകാരം നൽകുന്നത്. ഒരുപക്ഷെ അന്ന് ടെൻഡറിൽ പങ്കെടുക്കാനുള്ള അംഗീകാരം അക്ഷരയ്ക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ 2 കമ്പനികൾക്ക് മാത്രമായിരിക്കും ടെൻഡറിൽ പങ്കെടുക്കാനുള്ള അംഗീകാരം ലഭിക്കുക. അങ്ങനെ 3-ൽ താഴെ കമ്പനികളുടെ എണ്ണം എത്തുകയാണെങ്കിൽ അത് വീണ്ടും റീ ടെൻഡർ ചെയ്യുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ പോയേനെ. പക്ഷേ ഇത്തരത്തിൽ 4 വർഷത്തിൽ താഴെ മാത്രം പ്രവൃത്തി പരിചയമുള്ള കമ്പനിക്ക് 10 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് എന്ന് അംഗീകരിച്ചതോടുകൂടി ടെൻഡറിൽ പങ്കെടുക്കാൻ അവർക്ക് അവസരം ലഭിക്കുകയും ഇതോടെ ഒരു റീ ടെൻഡർ എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇതാണ് പ്രധാനമായി രമേശ് ചെന്നിത്തല ഇന്ന് ഉന്നയിച്ച ക്രമക്കേടുകളിൽ ഒന്ന്. എന്തായാലും അത് പ്രധാനപ്പെട്ട ക്രമക്കേടാണ്. അതായത് ടെൻഡർ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ അതിൽ ഒരു അപാകത അല്ലെങ്കിൽ ഒരു
വ്യക്തതക്കുറവ് അല്ലെങ്കിൽ ഒരു ഇടപെടലിൽ ഒരു അപാകത ഉണ്ടായി എന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ രമേശ് ചെന്നിത്തല ഇന്ന് നടത്തിയിരിക്കുന്നു. അതിൽ 2 രേഖകൾ പുറത്തോട്ട്, ആ 2 രേഖകളും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നു. അതുകൂടാതെ 2 കമ്പനികൾ, ഒരു കമ്പനി ക്ലിഫ് ഹൗസുമായി അടുത്ത ബന്ധമുള്ള ആൾ നടത്തുന്ന കമ്പനിയാണെന്നും ഒരു കമ്പനി സർക്കാരിൽ വലിയ സ്വാധീനമുള്ള ഒരാൾ നടത്തുന്ന കമ്പനിയാണെന്നും ഈ 2 കമ്പനികളാണ് ഈ തട്ടിപ്പിനെല്ലാം കൂട്ടുനിന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. പരമാവധി 100 കോടി രൂപയ്ക്ക് അകത്ത് പദ്ധതി നിർത്താൻ കഴിയുമായിരുന്നു. എന്നാൽ അതാണ് ഇപ്പോൾ 232 കോടിയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയത്. എന്തായാലും ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള ആവശ്യം രമേശ് ചെന്നിത്തല വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തായാലും UDF പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. UDF സർക്കാരിൻ്റെ 2ാം വാർഷിക ദിനമായ മെയ് 20-ന് ഒരു സെക്രട്ടേറിയറ്റ് വളയിൽ സമരം നടത്താമെന്ന് UDF കൺവീനറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രജനി. ഉമേഷ്, അതായത് അടിമുടി ദുരൂഹത, ഈ ടെൻഡർ തുടങ്ങുന്ന കരാർ വിളിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായ ഒരു ദുരൂഹത ഇതിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് 4 കമ്പനികളായി ടെൻഡറിന് വേണ്ടി വരുന്നു, അതിലൊരു കമ്പനി യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പുറത്താകുന്നു. ബാക്കി 3 കമ്പനികൾ, അതിൽ അക്ഷര എന്ന കമ്പനിയുടെ കാര്യങ്ങളാണ് ഇന്ന് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയത്. കൃത്യമായ ടെൻഡർ വ്യവസ്ഥകൾ പറയുന്ന അനുസരിച്ചുള്ള യോഗ്യത ആ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. 10 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ഏറ്റവും പ്രധാനമായും ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ ആ വ്യവസ്ഥയിൽ പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ അന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ 2-3 വർഷം മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയായിരുന്നു. എന്നിട്ടും ആ കമ്പനി ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നു. എന്തായിരിക്കും അങ്ങനെ ഈ അക്ഷര കമ്പനിയെ പങ്കെടുപ്പിക്കാൻ ഇടയായ കാര്യം? പ്രത്യേകിച്ചും ഈ 3 കമ്പനികളിൽ താഴെയാണെങ്കിൽ ആ ടെൻഡർ നടക്കാതെ പോകുകയും റീടെൻഡർ വിളിക്കേണ്ട സാഹചര്യവും ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ആ ടെൻഡർ വിളിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായ ഒരു തിരക്കഥ ഈ വിഷയത്തിൽ ഉണ്ടായി, ചെന്നിത്തല ആരോപിക്കുന്നത് പോലെ, അല്ലേ? വേണമെങ്കിൽ അങ്ങനെ കരുതാവുന്നതാണ്. കാരണം ഈ രമേശ് ചെന്നിത്തല നേരത്തെ ആരോപിച്ചിരുന്നു SRITയുമായി മറ്റു പല ഇടപാടുകളിലും സഹകരിച്ച കമ്പനികളാണ്, ഒന്ന് അക്ഷരയും ഒന്ന് മറ്റൊരു കമ്പനിയും. ഈ 2 കമ്പനികൾക്കുമാണ് ടെൻഡറിൽ ക്വാളിഫൈ ചെയ്തത്. ടെൻഡറിൽ ഡിസ്ക്വാളിഫൈ ആയ ഒരു ഗുജറാത്ത് ഇൻഫോടെക് എന്ന കമ്പനി ഇവരുമായി കോൺടാക്ട് ഇല്ല. അതുകൊണ്ട് തന്നെ അവയെ ഗുജറാത്ത് ഇൻഫോടെക് എന്ന കമ്പനിയെ പിന്തള്ളുകയും മറ്റ് 3 കമ്പനികൾക്ക് യോഗ്യത നൽകുകയും ചെയ്തു. അതിൽ തന്നെ ഒരു അപാകതയുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. അതുകൂടാതെ SRITയുമായി ഫോണിലടക്കം സഹകരിക്കുന്ന ഒരു കമ്പനി ഈ ബിഡിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ആ രീതിയിൽ നേരത്തെ തന്നെ SRITക്ക് ബിഡ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ SRITക്ക് കരാർ കിട്ടുന്ന രീതിയിൽ ഒരു തിരക്കഥ ഇതിലുണ്ടാക്കിയോ എന്ന സംശയം എന്തായാലും ഇതിൽ ജനിപ്പിക്കുന്നുണ്ട്. കാരണം പ്രാഥമികമായി ഒരു കമ്പനി സ്ഥാപിച്ച് എത്ര വർഷമായി എന്ന് പ്രാഥമികമായി പരിശോധിക്കേണ്ടത് അതാണ്. പക്ഷെ അത് പരിശോധിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. പ്രാഥമിക നടപടിയാണ്. അതായത് ഒരു സ്വാഭാവികമായ ഒരു ടെൻഡർ വിളിക്കുകയും അതിൽ ഏറ്റവും സുപ്രധാനമായി പറയുന്നത് സ്ഥാപനം തുടങ്ങി അല്ലെങ്കിൽ 10 വർഷത്തെ പ്രവൃത്തി പരിചയം വേണമെന്നാണ്. അത്തരത്തിൽ 10 വർഷം പോയിട്ട് 5 വർഷം പോലും പ്രവൃത്തി പരിചയമില്ലാത്ത ഒരു കമ്പനിയെ ടെൻഡറിൽ ക്വാളിഫൈ ചെയ്തു. അതും 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് കെൽട്രോൺ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു അപാകത കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണോ ഈ പ്രീ ക്വാളിഫിക്കേഷൻ നടപടികൾ പോലും പൂർത്തീകരിച്ചത് എന്ന് സംശയിക്കേണ്ടി വരും. രജനി. ശരി, ഉമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ കർദിനാൾ ക്ലിമിക്സ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കണമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രേരിപ്പിച്ച ഘടകം ഈ നാടകത്തിൽ പ്രത്യേകമായി എന്ത് കലാമൂല്യമാണ് മുൻപോട്ട് വയ്ക്കുക, നേരെ മറിച്ച് ക്രൈസ്തവ സന്യാസിനികളെ അധിക്ഷേപിക്കുകയും അവരുടെ സേവനങ്ങളെ പൊതുസമൂഹ മധ്യേ ഇകഴ്ത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒരു സമീപന രീതി ഇതിൽ നിഴലിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് സഭ ഈ കാര്യത്തിൽ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. വിമർശിക്കുന്നതല്ല ഇവിടുത്തെ പ്രധാന വിഷയം. സന്യാസത്തെ ലൈംഗികവൽക്കരിച്ച് പൊതുസമൂഹത്തിന്റെ മുൻപിൽ അവഹേളിക്കുന്ന ഒരു പ്രവണത, അതുവഴി ഒരു മതവിഭാഗത്തെ ഇകഴ്ത്തിക്കാട്ടുന്ന ഏറ്റവും നീചമായ ഒരു പ്രവൃത്തി, അതിൽ കലാമൂല്യം കാണുന്നതിന് സാധിക്കുന്നില്ല. മതേതരത്വവും നിഷ്പക്ഷതയും ആവിഷ്കാര സ്വാതന്ത്ര്യവുമെല്ലാം സമസ്തമായ അതിന്റെ സമഗ്രതയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ കഴിയേണ്ടുന്നതാണ് എന്ന വസ്തുതയാണ്
ഈ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ വയ്ക്കുക. അപ്പം അക്കാര്യത്തിൽ എന്താണ് നമ്മുടെ ഒരു നിലപാട്? അതും ഇപ്പോൾ സർക്കാർ നിരോധിക്കണമെന്നൊക്കെ പറഞ്ഞുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പം എന്താണ് അതിനോടുള്ള ഒരു നിലപാട്? ഞാൻ ഈ കാര്യം ഒന്ന് പറഞ്ഞ് സർക്കാരിനെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ട ആദ്യം. അതായത് കക്കുകളിയുടെ വിവാദത്തിൽ എന്താണ് സർക്കാരിനും പാർട്ടികൾക്കും പറയാനുള്ളത് എന്നത് ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനാണ് ഇപ്പോൾ പ്രാധാന്യം. കോൺഗ്രസ് ഇക്കാര്യത്തിൽ സർക്കാരിനോട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ കക്കുകളി പ്രദർശനം നിരോധിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് സ്വാഗതം? അത് നല്ലത് തന്നെ. ഏത് രാഷ്ട്രീയ പാർട്ടിയും അവരുടെ നയം വ്യക്തമാക്കട്ടെ. മതേതരത്വം എന്നതും നിഷ്പക്ഷത എന്നതും എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കണം. നേരത്തെ പ്രസംഗത്തിലൊരു കാര്യം പറഞ്ഞു, ഭിന്നിപ്പിന്റെയും ഭിന്നതകളുടെയും ഇത് ഉയർന്നു വരും. അപ്പം ഈ കലാസൃഷ്ടികളായാലും മൊത്തം ഇങ്ങനെ ഈ ഇതിലേക്ക് കേന്ദ്രീകരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ സമൂഹത്തിൽ പൊതുവിൽ അത് കൂടുതൽ പഠിക്കണം. ഇവിടെ കേരളത്തിലെ ധാരാളം സിനിമകൾ, ധാരാളം നാടകങ്ങൾ, പ്രസിദ്ധീകരണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇതിലൊന്നിനും തന്നെ ആക്ഷേപം പറയാതെ ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു നാടകത്തെക്കുറിച്ച് മാത്രം പറയുമ്പോൾ അതിലെന്തോ പ്രത്യേകതയുണ്ടെന്ന് പൊതുസമൂഹം തിരിച്ചറിയണം. എല്ലാത്തിനും വിമർശനമല്ല, എല്ലാത്തിനെയും എഴുത്തി കാണിക്കുകയുമല്ല. എന്നാൽ ഒരു മതവിഭാഗത്തിന്റെ മതവികാരത്തെ പൂർണ്ണമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാടിന്റെ സമഗ്രതയ്ക്ക് നല്ലതല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ്. വിവാദത്തിലടക്കമുള്ള പ്രതികരണമാണ് കർദിനാൾ ക്ലിമിക്സിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായത്. ആവിഷ്കാര സ്വാതന്ത്ര്യമായി ഇതിനെ കാണാൻ കഴിയില്ല. സർക്കാരിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് അടക്കം വ്യക്തമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. കൂടുതൽ വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ ക്യാമറ ഇടപാടിൽ സുതാര്യതയില്ല എന്നതിന് തെളിവായി കെൽട്രോൺ തന്നെ പുറത്തുവിട്ട രേഖകൾ. SRIT കെൽട്രോൺ കരാർ ഒപ്പിട്ട് 5 മാസത്തിന് ശേഷമാണ് ഉപകരാറുകൾ സംബന്ധിച്ച് കെൽട്രോണിനെ അറിയിക്കുന്നത്. പുറത്തുവിടാത്ത ബാക്കി രേഖകളെക്കുറിച്ച് കെൽട്രോൺ മൗനം തുടരുകയാണ്. AI ക്യാമറ സ്ഥാപിക്കാനായി 2020 മെയ് 28-ന് കെൽട്രോണും മോട്ടോർ വാഹന വകുപ്പും കരാറിൽ ഒപ്പിട്ടു. ഒക്ടോബർ 1-ന് SRITയുമായി കെൽട്രോൺ കരാർ ഒപ്പിട്ടു. തുടർന്ന് 5 മാസത്തിന് ശേഷമാണ് ഉപകരാറുകളെ സംബന്ധിച്ച് കെൽട്രോണിനെ SRIT അറിയിക്കുന്നത്. പക്ഷേ ഇതിനു മുൻപ് തന്നെ SRIT ഉപകരാറുകൾ നടത്തിയിരുന്നു. കൂടാതെ ഇതിൽ ഇസെൻട്രിക് ഡിജിറ്റൽ ലിമിറ്റഡുമായി തന്ത്രപരമായ കരാറിലേക്ക് പോകുന്നു എന്നാണ് പ്രധാനമായും പറയുന്നത്. പ്രസാദിയോ, ട്രോയ്സ് എന്നീ കമ്പനികൾ പദ്ധതി നടത്തിപ്പിലെ പങ്കാളികളാകുന്നുവെന്നും വ്യക്തമാക്കുന്നു. കൂടാതെ ഇപ്പോഴും നിർണായകമായ പല രേഖകളും കെൽട്രോൺ പുറത്തുവിട്ടിട്ടില്ല. 15ഓളം ബ്രാൻഡുകളുടെ പേരുകൾ ഉപകരാറിൽ പറയുന്നുണ്ടെങ്കിലും ആ നിർമ്മാതാക്കളുടെ ഉൽപ്പന്നം തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന മാനുഫാക്ചർ ഓതറൈസേഷൻ ഫോം പുറത്തുവിട്ടിട്ടില്ല. ടെക്നിക്കൽ ഇവാലുവേഷൻ ഡോക്യുമെന്റും പുറത്തുവിടാൻ തയ്യാറായില്ല. ക്യാമറകൾ എത്രമാത്രം കാര്യക്ഷമമാണ്, തെറ്റുവരാനുള്ള സാധ്യത സൂചിപ്പിക്കുന്ന എറർ ഫാക്ടർ, പ്രൊസസറിന്റെ പ്രത്യേകതകൾ എന്നിവയും ഡോക്യുമെന്റുകളിൽ ഉൾപ്പെട്ടിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഒരു വാക്കിലാകട്ടെ നമ്മുടെ അഭിപ്രായം, ആ മതേതരത്വം കാത്തു സംരക്ഷിക്കണം. അതിന്റെ നാടാണ്, മതമൈത്രിയുടെ നാടാണ് കേരളം. ആ മതമൈത്രിയെ ദുർബലപ്പെടുത്തുന്ന, വ്രണപ്പെടുത്തുന്ന ഒരു കാര്യം നടക്കാൻ പാടില്ല. ഇതിലിപ്പം ഈ രണ്ട് വിഷയങ്ങൾ, ഒരു സിനിമയും ഒരു നാടകവുമാണ് ഇപ്പം വലിയ ചർച്ചയായി നിൽക്കുന്നത്. രണ്ടും വിരോധിക്കണമെന്ന് അതായത് കക്ഷികൾ ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ ആ മതമൈത്രിയാണ്, മതേതരത്വമാണ്. അതിനെ ദുർബലപ്പെടുത്തുന്ന, വ്രണപ്പെടുത്തുന്ന, അതിലൊരു വിവാഹിത ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ല. അത് അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ. സർക്കാരിനോട് ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, സഭയൊക്കെ ആവശ്യപ്പെട്ടു. അല്ല, അതിനകത്ത് അത് വളരെ വ്യക്തമാണ് കേരള കോൺഗ്രസ് നിലപാടുണ്ടാക്കുന്നത്. ഈ ഒരു കാര്യം ഈ പാർക്കോണ വിഷയത്തിൽ CBI പറഞ്ഞ കാര്യം അല്ല, ഞാനിവിടെ സൂചിപ്പിച്ചു, അതിനകത്ത് സൂചിപ്പിച്ചു ഇത്രയേ ഉള്ളൂ. ഒരു ഹർജിക്കാരൻ ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഇതിന്റെ ഈ പറഞ്ഞ കേരളത്തിലെ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പരിശോധനകളെല്ലാം നടത്തി അതിനകത്ത് വസ്തുതയൊന്നുമില്ല എന്ന് പറയുകയും അതിന്റെ അവാർഡ് വരികയും ചെയ്തു. അതിനുശേഷം ഒരു പരാതിക്കാരൻ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയുടെ ആ ഹർജിക്കാരന്റെ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങൾ സാധാരണ രീതിയിൽ അത് നടപടിക്രമം എന്നുള്ള റീപ്രൊഡ്യൂസ് ചെയ്ത് CBI ആ കാര്യം അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി കോടതിയാണ് തീരുമാനിക്കുന്നത്. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പറഞ്ഞുള്ളൂ, മതേതരത്വം കാത്തു സൂക്ഷിക്കാതെ. ജോസ് കെ മാണി കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.
തെളിവുകളൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നും ഈ 3 പേർക്കും പണം നൽകുന്നതിന്റെയും അതുകൂടാതെ ഓഡിയോ അടക്കം റെക്കോർഡ് ചെയ്തതിന്റെ ഡിവൈസ് അടക്കം ഇപ്പോൾ. വീണ്ടും വാർത്തകളിലേക്ക്. പത്തനംതിട്ട പന്തളം കുരുമ്പാലയിൽ നിയന്ത്രണം വിട്ട ജീപ്പ് സ്കൂട്ടറിലും കാറിലും ഇടിച്ച അപകടം. 2 സ്കൂട്ടർ യാത്രക്കാർക്ക് ഗുരുതര പരിക്കേറ്റു. വണ്ടികളിൽ ഇടിച്ച ജീപ്പ് MC റോഡിന് സമീപമുള്ള കടയിലേക്ക് ഇടിച്ചു കയറി. പന്തളം ഭാഗത്തു നിന്നും വന്ന താർ ജീപ്പ് നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, ആ ദൃശ്യങ്ങൾ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ പരിക്കേറ്റ ആളുകളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ കൂടി. രജനി, ഇന്ന് രാവിലെ 10 മണിക്കാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. പന്തളത്തു നിന്നും അടൂരേക്ക് വരുന്ന ജീപ്പ് 3 വാഹനങ്ങളിലിടിച്ചാണ് അപകടമുണ്ടായത്. ഇതിൽ 3 പേർക്കും പരിക്ക് പറ്റിയുണ്ടായി. ഒരു വാഹനം നിയന്ത്രണം വിട്ട് ഇടിച്ച ജീപ്പ് നിയന്ത്രണം വിട്ട് കടകളിലേക്ക് കയറുകയാണുണ്ടായത്. ഈ ആദ്യം കാറിലിടിക്കുകയും പിന്നീട് അതിന് പിറകെ വന്ന സ്കൂട്ടറിലും ഒരു ബൈക്കിലുമാണ് ഇടിച്ചിട്ടുള്ളത്. സ്കൂട്ടർ യാത്രക്കാരിയായ ആര്യയ്ക്കും ഒപ്പം ബൈക്ക് യാത്രക്കാരനായ കൊല്ലം സ്വദേശി മിലാഷിനുമാണ് പരിക്ക് പറ്റിയത്. മിലാഷിനാണ് ഏറ്റവും ഗുരുതരമായ പരിക്കേറ്റുള്ളത്. ഉടൻ തന്നെ ഇവരെ ചെങ്ങന്നൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഏത് തരത്തിലാണ് ഇത്ര ഒരു അപകടം ഉണ്ടായതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല. കാരണം നിയന്ത്രണപ്പെട്ടതാണോ അതോ മറ്റ് വാഹനങ്ങളെ മറികടന്ന് വന്നതാണെന്ന് അറിയില്ല. എന്തായാലും വാഹനം പന്തളത്ത് നിന്നും അടൂരേക്ക് വരുന്ന വഴി എതിർദിശയിൽ 2 ട്രാക്കാണുള്ളത്. ഒരു സൈഡിൽ കൂടെ വന്നാണ് ഈ വാഹനത്തെ ഇടിച്ച് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയത്. രഞ്ജിനി, ശരി. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ BJP കൌൺസിലർ അറസ്റ്റിൽ. BG ഗിരികുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. PTP നഗർ വാർഡ് കൌൺസിലറാണ് ഗിരികുമാർ. ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, ഈ ഒരു സംഭവത്തിൽ നേരത്തെ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന BJP കൌൺസിലർ കൂടിയാണ്. എങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ? രജനി, പേട്ടയിൽ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു ഈ അറസ്റ്റ്. ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് ഗിരികുമാറിന്റെ അറസ്റ്റ്. PTP നഗർ വാർഡ് കൌൺസിലറാണ്. 2018 സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിൽ തീവയ്പ് നടന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ കരകുളം സ്വദേശിയെ ശബരിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. നേരത്തെ കുണ്ടമൺ കടവ് സ്വദേശിയായ മറ്റൊരാളും ഈ കേസിൽ അറസ്റ്റിലായിരുന്നു. 2 പേരാണ് നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നത്. ഇപ്പോൾ BJP വാർഡ് കൌൺസിലർ കൂടി ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. നേരത്തെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. കുണ്ടമൺ കടവ് സ്വദേശിയായ പ്രകാശാണ് ഇത് തീവെച്ചത് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് പ്രകാശിന്റെ സഹോദരൻ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. എന്നാൽ കോടതിയിൽ ഈ മൊഴി മാറ്റുകയും ചെയ്തു. ഇതോടെ ക്രൈംബ്രാഞ്ച് പ്രതിസന്ധിയിലായി. അതിനുശേഷമാണ് ഇപ്പോൾ 3 അറസ്റ്റിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താനാകുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നു. കാരണം പ്രാഥമിക അന്വേഷണം 2018 ഈ തീവെപ്പ് നടന്നത്. അതിനുശേഷം നടന്ന പോലീസ് അന്വേഷണത്തിൽ ചില വീഴ്ചകൾ വന്നു എന്ന് ക്രൈംബ്രാഞ്ച് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം അല്ലെങ്കിൽ ശേഖരിച്ച ചില തെളിവുകൾ നഷ്ടപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി. ഏതായിരുന്നാലും ക്രൈംബ്രാഞ്ച് അറസ്റ്റിലേക്ക് പോവുകയാണ്. കൂടുതൽ തെളിവുകൾ കൂടി ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ശരി, വാർത്തയുടെ വിശദാംശങ്ങളാണ് VV വിനോദ് പങ്കുവച്ചത്. തിരുവനന്തപുരം കാച്ചാണി സ്വദേശി അനുപ്രിയയുടെ ആത്മഹത്യയിൽ ഭർത്താവ് മനുവിന്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുത്ത പോലീസ്. ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. കൊല്ലം അഞ്ചൽ സ്വദേശികളായ മന്മഥൻ, വിജയ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഭർത്തൃ വീട്ടുകാരുടെ സ്ത്രീധന പീഡനത്തെ തുടർന്നായിരുന്നു അനുപ്രിയയുടെ ആത്മഹത്യ. ഭർത്താവ് മനുവിന്റെ പീഡനത്തെക്കുറിച്ചും ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നു. മനു നിലവിൽ വിദേശത്താണ്. പെൺകുട്ടി ഗർഭിണിയായിരിക്കെ രക്തസ്രാവമുണ്ടായപ്പോൾ ചികിത്സ പോലും ഭർത്തൃ വീട്ടുകാർ നിഷേധിച്ചതായി പരാതി ഉയർന്നിരുന്നു. പെരിയാർ ടൈഗർ റിസർവിൽ കഴിയുന്ന അരിക്കൊമ്പൻ ആരോഗ്യവാനാണെന്ന് വനം വകുപ്പ്. അരിക്കൊമ്പന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട 43 സ്ഥലങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിച്ചു. 5 കിലോമീറ്റർ പരിധിയിലാണ് അരിക്കൊമ്പന്റെ സഞ്ചാരം. പെരിയാർ ടൈഗർ റിസർവിലെ അരിക്കൊമ്പന്റെ ജീവിതം 3-ാം ദിവസത്തേക്ക് കടക്കുകയാണ്. അരിക്കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ആദ്യ ദിവസം 3 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു അരിക്കൊമ്പന്റെ സഞ്ചാരം. ഇന്നലെ ഇത് 5 കിലോമീറ്ററായി കൂടി. ആന തമിഴ്നാട് അതിർത്തിയിലേക്ക് എത്താനുള്ള സാധ്യതയും വനംവകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. അരിക്കൊമ്പന്റെ പുനരധിവാസം പെരിയാറിനും ഗുണമാകുമെന്നാണ് വനം വകുപ്പ് വിലയിരുത്തുന്നത്. ഇപ്പോൾ ചിന്നക്കനാലിലുള്ള എലിഫന്റ് കൺസർവേഷനും അതുപോലെ തന്നെ പെരിയാറിലുള്ള എലിഫന്റ് കൺസർവേഷനും കൂടുതൽ ഇത് പ്രയോജനപ്പെടുമെന്നുള്ളതാണ്
നമുക്ക് കാണുന്ന ഒരു ജനറ്റിക് എക്സ്ചേഞ്ചും കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആന ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ, കടുവ സങ്കേതത്തിൽ ഈ ആന നിലയുറപ്പിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പോപ്പുലേഷനിലേക്ക് ഒരു പുതിയൊരു ജീൻ കൂടെ കടന്നു വരും. അപ്പോൾ ആ രീതിയിൽ പെരിയാർ കടുവാ സങ്കേതത്തിനും ഇത് വളരെ പ്രയോജനകരമാണ്. തേക്കടി ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കീഴിൽ പ്രത്യേക സംഘമാണ് അരിക്കൊമ്പനെ നിരീക്ഷിച്ചു വരുന്നത്. 43 സ്ഥലങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളാണ് 2ാം ദിവസം ലഭിച്ചത്. ന്യൂസ് 18 തേക്കടി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. ടാരഗൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. ടാരഗൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5560 രൂപ, പവന് 44,480 രൂപ. വെള്ളി ഗ്രാമിന് 81 രൂപ, കിലോയ്ക്ക് 81,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3815 രൂപ, ഔൺസിന് 1,18,660 രൂപ. ടാരഗൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. ടാരഗൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 3 നേതാക്കൾ പണം കൈപ്പറ്റി എന്നുള്ള കൃത്യമായ ആരോപണത്തോടുകൂടി ബിജു രമേശ് നിൽക്കുകയാണ്. ആ തെളിയിക്കാനുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാണ് എന്ന് ബിജു രമേശ് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഈ 4 നേതാക്കളും അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല കാസർഗോഡ് ഇത് സംബന്ധിച്ച ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ക്യാമറ വിവാദമാണ്. പക്ഷേ സമാനമായി ഈ ചോദ്യങ്ങൾ ഉയരും. അതിന് മറുപടി അദ്ദേഹം പറഞ്ഞേ മതിയാവൂ. കൂടാതെ ജോസ് കെ മാണി ഇന്ന് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണവും ഇന്ന് തേടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചെങ്കിലും പ്രതികരിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതികരിക്കേണ്ട. വ്യക്തമാണെന്തായാലും ബാർക്കോഴ കേസ് സിബിഐ ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യത്തിലേക്കാണ് ഇനി അറിയാനുള്ളത്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തിലും ബാർക്കോഴ കേസിന് പങ്കുണ്ടെന്ന് ബിജു രമേശ്. വിജിലൻസിനെ സ്വാധീനിച്ച പോലെ സിബിഐയെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും ആവില്ലെന്നും ബിജു രമേശ് പറഞ്ഞു. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലാണ് ബിജു രമേശിന്റെ പ്രതികരണം. അതിലേക്ക് സത്യങ്ങൾ പുറത്തു വരും, 100 വരും. സിബിഐ പോലുള്ള ഏജൻസി അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്ന പ്രത്യാശയാണുള്ളത്. LDF വന്നതിന് ശേഷം ഈ കേസ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാനായിട്ട് പോകുന്ന സമയത്താണ് പിന്നെയും രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നത്. അദ്ദേഹം കേരള കോൺഗ്രസ് തിരിച്ച് LDFിലേക്ക് വരുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ ഘടകകക്ഷിയായി വരുന്നൊരു പാർട്ടിയെ അവരെ വിശുദ്ധ വേഷം കൊടുത്ത് ഇതിലേക്ക് സ്വീകരിക്കാനുള്ള ഒരു സമ്മർദ്ദം അവർക്കുണ്ടാകുകയും അതിനുവേണ്ടിയാണ് ഈ രണ്ടാമതൊരു മാറ്റം വരുത്തിക്കൊണ്ടുണ്ടായ അങ്ങനെ ഒരു തീരുമാനം ജേക്കബ് തോമസ് സാറിന് അതിൽ നിന്ന് മാറ്റുകയും ഈ നടപടിയൊക്കെ ഉണ്ടായത്. CBI അന്വേഷിച്ച് വരികയാണെങ്കിൽ കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കന്മാരും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. LDFന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളൂ. മറ്റു ബുദ്ധിമുട്ടൊന്നും LDFന് വരാൻ സാധ്യതയില്ല. സത്യാവസ്ഥ പുറത്തു വരുമെന്ന് പറയുമ്പോൾ അതിന് അത് ആരുടെയെങ്കിലും അജണ്ടയാണ് നടപ്പാക്കുന്നതാണോ സുപ്രീം കോടതിയും CBIയും ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ്. സുപ്രീം കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷിക്കാമെന്ന CBI സത്യവാങ്മൂലത്തോടെ സജീവ ചർച്ചയായി ബാർക്കോഴ കേസ്. വിഷയം BJP രാഷ്ട്രീയം ആയുധമാക്കുമ്പോൾ LDFും UDFും കേന്ദ്രങ്ങൾ കരുതലോടെയാണ് നീക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഈ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ അന്വേഷണം ഏറ്റെടുക്കുമെന്ന് CBI വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് LDFിനെയും UDFിനെയും സംബന്ധിച്ച് എത്രമാത്രം നിർണായകമാകും? രണ്ട് മുന്നണികൾക്കും നിർണായകമാണ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം CBI ഏറ്റെടുത്തു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ബാധിക്കുക അത് UDFിനെയാണ്. കാരണം ഏറ്റവും സുപ്രധാനമായ നേതാക്കൾ, 3 നേതാക്കൾ, അത് 3 കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാക്കൾ, രമേശ് ചെന്നിത്തല, കെ ബാബു, ഒപ്പം VS ശിവകുമാർ, 3 പേരും മുൻ മന്ത്രിമാരായിരുന്നു. ഒരാൾ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്ന, സർക്കാരിനെതിരെ AI ക്യാമറയിലടക്കം അഴിമതി ആരോപണങ്ങൾ തുടരുന്ന രമേശ് ചെന്നിത്തല
ചെന്നിത്തലയും അങ്ങനെയാണെങ്കിൽ കേസിന്റെ അന്വേഷണ പരിധിയിൽ പ്രതിയായി വരും. ബിജു രമേശിന്റെ മൊഴിപ്രകാരം ഈ 3 പേർക്കും ഇത്തരത്തിൽ ബജറ്റിൽ ബാർ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുന്നതിനെതിരെ വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടി പണം നൽകി എന്നുള്ളതായിരുന്നു മൊഴി. ആ മൊഴിയിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പ്രൈം ഡിബേറ്റിലും ബിജു രമേശ് ആവർത്തിച്ചു. കൂടുതൽ തെളിവുകൾ കോട്ടയം കടുത്തുരുത്തിയിൽ സൈബർ ആക്രമണത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി അരുൺ കോയമ്പത്തൂരിൽ ഒളിവിലെന്ന സൂചന. അരുൺ ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് കോയമ്പത്തൂരിൽ നിന്നാണെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഒരു പെൺകുട്ടിക്കും ഈ സ്ഥിതി ഉണ്ടാകരുത് എന്ന് ആതിരയുടെ സഹോദരി ഭർത്താവ് ആശിഷ് ദാസ് IAS പറഞ്ഞു. മറ്റൊരു വിവാഹാലോചന വന്നതാണ് പ്രകോപനത്തിന് കാരണം. ആസൂത്രിതമായാണ് സഹോദരിക്കെതിരെ ഇയാൾ സൈബർ അധിക്ഷേപം നടത്തിയതെന്നും ആശിഷ് ദാസ് പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, എന്തായാലും ഈ പ്രതി കോയമ്പത്തൂരിൽ ഒളിവിലാണ് എന്ന സൂചനയാണ് നിലവിൽ പോലീസിനുള്ളത്. മറ്റെന്തെങ്കിലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കുടുംബത്തിന്റെ നിലവിൽ പറയുന്ന കാര്യങ്ങൾ കൂടി എങ്ങനെയാണ്? രഞ്ജിനി, കോയമ്പത്തൂർ വരെ ഇയാൾ എത്തിയിട്ടുണ്ട് എന്ന് പോലീസ് ഉറപ്പിക്കുകയാണ്. കാരണം അവിടെ നിന്നാണ് ഈ ഫേസ്ബുക്കിൽ ഇത് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഏറ്റവും അവസാനം എന്നാണ് വിവരം. അത്തരം ലൊക്കേഷനുകൾ പോലീസ് പരിശോധിച്ച അങ്ങനെയാണ്. പിന്നീട് മൊബൈൽ ഫോണും മറ്റും ഓഫ് ചെയ്ത നിലയിലാണ് കാണുന്നത്. എന്തായാലും പോലീസ് ഇയാളെ തെരഞ്ഞുകൊണ്ട് കടുത്തുരുത്തിയിൽ നിന്നുള്ള പോലീസ് സംഘം തമിഴ്നാട്ടിൽ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാള് കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെ ഈ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ ഇവർ സുഹൃത്തുക്കളായിരുന്നു. അതിനുശേഷവും ഇയാൾ ലഹരിക്കടിമയായതോടുകൂടിയാണ് ഈ വിവാഹത്തിൽ നിന്നൊക്കെ ഈ പെൺകുട്ടിയും കുടുംബവും ഒക്കെ പിൻവാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. വിവാഹാലോചന വന്നപ്പോൾ തന്നെ സമ്മതിക്കാതിരുന്നത് അതുകൊണ്ടാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും പെൺകുട്ടിയുടെ യാതൊരുയുടെ സംസ്കാരം ഇന്ന് അല്പസമയം മുമ്പ് ഉച്ചയ്ക്ക് മുൻപ് തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഈ ആശിഷ് ദാസ് IAS ഓഫീസർ ഈ പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവാണ്. അദ്ദേഹവും ഇയാൾക്കെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ രംഗത്ത് വന്നു. കൃത്യമായ ആസൂത്രിതമായൊരു അക്രമമാണ് നടന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് കടുത്തുരുത്തി പോലീസ്. ശരി. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ആവേശം. കർണാടകത്തിൽ സംവരണ പരിധി ഉയർത്തുമെന്ന കോൺഗ്രസ് പ്രകടന പത്രിക. പട്ടികജാതി സംവരണം 15% നിന്ന് 17 പട്ടികവർഗ സംവരണം 3% നിന്ന് 7 BJP സർക്കാർ റദ്ദാക്കിയ 4% മുസ്ലിം സംവരണം പുനഃസ്ഥാപിക്കും. ലിംഗായത്ത് വൊക്കലിംഗ സമുദായങ്ങളുടെ സംവരണം ഉയർത്തുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. സമൂഹത്തിൽ വിദ്വേഷം പടർത്തുന്ന സംഘടനകളെ നിരോധിക്കുമെന്നാണ് മറ്റൊരു വാഗ്ദാനം. കർഷകർക്ക് 10 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ അനുവദിക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. എല്ലാ വീടുകൾക്കും 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, 10 കിലോ സൗജന്യ അരി, ഓരോ കുടുംബത്തിലെയും സ്ത്രീക്ക് പ്രതിമാസം 2000 രൂപ, സ്ത്രീകൾക്ക് സൗജന്യ ബസ് പാസ് തുടങ്ങിയ അടുത്തിടെ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തിഹാർ ജയിലിൽ ഗുണ്ടാ നേതാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. രോഹിണി കോടതിയിലെ വെടിവയ്പ് കേസ് പ്രതിയായ തില്ലു താജ്പൂരിയാണ് കൊല്ലപ്പെട്ടത്. എതിർ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട യോഗേഷ് തുണ്ടയും കൂട്ടാളികളുമാണ് തില്ലു പൂജാരിയെ ആക്രമിച്ചത്. താജ്പൂരിയെ ദീൻദയാൽ ഉപാധ്യായ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചതായി പോലീസ് പറഞ്ഞു. ആക്രമണത്തിൽ പരിക്കേറ്റ രോഹിത് എന്നയാൾ ചികിത്സയിലാണ്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തയിൽ നിന്ന് കാണാം. നമസ്കാരം.